2024 തിരുവാഭരണ കമ്മീഷണർ വേറൊരാളായിരുന്നു. പുതുതായി ഇദ്ദേഹം വന്നു. പുതിയ തിരുവാഭരണ കമ്മീഷണറായി ശ്രീ റജലാൽ വന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അത് അദ്ദേഹം തന്നെ പിന്നീട് സ്മാർട്ട് ക്രിയേഷനിൽ വിളിച്ച് ബന്ധപ്പെടുകയും ആ ധാരണ പെശകാണെന്ന് വരികയും അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ആ പ്രശ്നം പോയത്. അതൊക്കെ വെറും സാങ്കേതികമായൊരു പ്രശ്നം മാത്രമാണ്. എന്തു പറഞ്ഞാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2024 സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് കൊടുത്തു വിട്ടില്ലല്ലോ ഞങ്ങൾ. അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു പാകപ്പിഴവാണ്. അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2024 ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ്. കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിൻ്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതല്ലാതെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ ഇപ്പോൾ മാതൃഭൂമി കൊടുക്കുന്ന ഇത് ഇപ്പോഴത്തെ ബോർഡ് കള്ളൻ എന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ പറയുന്ന കാര്യം ആ വിഷയം തീർന്നല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ ആ വിഷയം പറഞ്ഞല്ലോ, ഞാൻ ക്ലിയർ ചെയ്തല്ലോ. ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിൻ്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ, അങ്ങനെ പറയുന്നത് അത് ശരിയായ നിലപാടല്ല. അത് പോട്ടെ, അടുത്ത കാര്യം.